Today we are discussing DBMS interfaces. So first of all, എന്താണ് ഇൻ്റർഫേസ്? നമ്മൾ മുന്നേ പല കേസുകളിലും പഠിച്ചിട്ടുണ്ടാവാം നിങ്ങളൊരു പക്ഷേ. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മീഡിയമാണ്. നമ്മൾ യൂസർ ഇപ്പോൾ ഇവിടെ DBMSൻ്റെ കേസ് ആയതുകൊണ്ട് DBMS, വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത്, ആ ഒരു DBMS ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം, അതിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ യൂസർ, ഇപ്പോൾ നമ്മൾ DBMS ആണ് ചെയ്യുന്നത്, അപ്പോൾ DBMS ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം എന്താണോ അതിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല മീഡിയം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും യൂസറായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ടൈപ്പ് ഓഫ് ഇൻ്റർഫേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെനു ബേസ്ഡ്, ഫോം ബേസ്ഡ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ദെൻ നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ്, ദെൻ സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. നോക്കാം വൺ ബൈ വൺ ആയിട്ട്. Menu based interface. For web clients or browsing, these interface present the user with list of options called menus that lead user through the formulation of request. നമുക്കിപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് അല്ല, ഫൈനൽ ഇയേഴ്സിന് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യേണ്ട, അപ്പോൾ അത് അവർക്ക് കൂടുതൽ മനസ്സിലാവും ഇൻ്റർഫേസ് പറയുമ്പോൾ, കാരണം അവർ പ്രാക്ടിക്കലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊജക്റ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്ത് പറഞ്ഞു. എനിവേ എന്താണ് നിങ്ങളുടെ കേസ് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ബ്രൗസിങ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് തരും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കോളേജിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് അവർ തരും, മെനു എന്ന് പറയും. അപ്പോൾ അങ്ങനെ മെനുവിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേതാ വേണ്ടത് അത് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങൾ കോളേജ് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറേ ഒരു മെനു തന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റാണ് ചോദിക്കുന്നത്, ആ മെനു തന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മെനു ബേസ്ഡ് ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ ആ മെനുന്ന് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ DBMS ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ മലപ്പുറമാണ് നിങ്ങൾ സപ്പോസ് ഒരു ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാനുള്ളത്, മലപ്പുറമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മലപ്പുറത്തുള്ള എന്ത് ഡാറ്റയാണ് നിങ്ങൾക്ക് വ്യൂ ചെയ്യേണ്ടത് അത് വ്യൂ ചെയ്തിടും. അതാണ് മെനു ബേസ്ഡ് ഇൻ്റർഫേസ്. ജസ്റ്റ് ഒരു മെനു, അതിൽ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. Then form based interface. A form based interface displays a photo of each user. Users can fill out all the form entries to insert new data, or they can fill out only certain entries, in which this case the DBMS will retrieve matching data for the remaining entries. Forms are usually designed and programmed for naive users and interface to scan transactions. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എനിവേ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഞാൻ വേറൊരു നോട്ട് വേണമെങ്കിൽ അതും തരാം, ഇതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇഷ്യൂ ഇല്ല. സംഭവം സിമ്പിളായുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അന്ന് കോളേജ് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് നോട്ട് തന്നതാണ്, അപ്പോൾ ഞാൻ കൂടുതൽ റീഡ് ചെയ്തിരുന്നില്ല. എനിവേ നമുക്ക് ഞാൻ സോൾവ് ചെയ്ത് തരാം, വേറൊരു നോട്ടും കൂടെ പോസ്റ്റ് ചെയ്ത് തരാം. സോ ഫോം ബേസ്ഡ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കറിയാലോ, ഒരു ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കുറേ ഫില്ല് ചെയ്യാനുണ്ടാക്കും. ഈവൻ നമ്മളുടെ പേര്, ഏജ്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കിട്ടേണ്ടെങ്കിൽ ഒരു ഫോം ബേസ്ഡ് ഇൻ്റർഫേസ് ആണെങ്കിൽ അവർ ഫോമാണ് നമ്മളുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്ത് തരാം. അപ്പോൾ അതിനകത്ത് ഏത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട, ചില സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഏജ്, ഓർ ഫോൺ നമ്പർ, അങ്ങനെ കുറച്ച് ഡാറ്റ എനിക്ക് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, അവർ ആ ഫോം യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസ് ആയിട്ടുള്ള ഡാറ്റയും ഈ ഫോമിൽ നമ്മൾ കൊടുത്ത ഡാറ്റയും തമ്മിൽ മാച്ചിങ് ഉണ്ടോ നോക്കും. മാച്ചിങ് ഉണ്ടെങ്കിൽ ആ മാച്ച് ചെയ്ത ഡാറ്റ മാത്രം നമുക്ക് എന്ത് ചെയ്യും, വ്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് അവർ കൊണ്ടുവരും. അതാണ് ഫോം ബേസ്ഡ് ഇൻ്റർഫേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI typically displays a schema to the user in diagrammatic form. The user then can specify a query by manipulating the diagram. In many cases, GUI utilize both menus and forms. Most GUI use a pointing device such as a mouse to pick certain parts of the displayed schema diagram. GUI എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഇപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ Windows 7, Windows 8 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യാറില്ലേ. ആക്ച്വലി ഐ എം വെരി സോറി. ഞാനിപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിരുന്ന എൻ്റെ ഫോണ് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ഫോണാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, റിയൽമി ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് മറ്റേൻ്റെ അത്ര കംഫേർട്ട് ഇല്ല സത്യം പറഞ്ഞ ഫോൺ. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള തകരാറുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക.
ഇവിടെ എത്തി നമ്മൾ പറഞ്ഞ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വരിക, കാരണം ഞാൻ തീരെ കംഫർട്ടല്ല ഈ ഫോണായിട്ട്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്ത് വരണം, കാരണം ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിയതാകുമ്പോൾ നമുക്ക് ഇനി ഇത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനില്ല, പ്രത്യേകിച്ച് ഓൺലൈനിൽ വാങ്ങിയതാണ്. സോ ഇവിടെ എത്തി നമ്മൾ പറഞ്ഞ GUI അല്ലേ. അപ്പോൾ GUI എന്താണെന്ന് നോക്കാം. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് GUI എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വിൻഡോസ് 7 ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ വിൻഡോസ് 8 യൂസ് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു യൂസർ ഫ്രണ്ട്ലി അല്ല എന്ന് തോന്നുന്നൊരു ഇഷ്യൂസ് വരും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് GUI. അതാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്നത് ഡയഗ്രമാറ്റിക് ഫോമിലാണ്. കുറേ ഫിഗേഴ്സ്, പിക്ചേഴ്സ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ് നമ്മൾ മുന്നിൽ വരിക. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിൽ മാനിപ്പുലേഷൻസ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ക്വറി എന്താണോ റിക്വസ്റ്റ് എന്താണോ അത് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ DBMS-ഉമായിട്ട്. അപ്പോൾ നമ്മൾ DBMS-ൻ്റെ കേസിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് GUI കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ GUI മെത്തേഡ്, ഇപ്പോൾ നമ്മൾ ഈവൻ ഫോണിലാണെങ്കിൽ പോലും ഈ GUI ആണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. നമ്മൾ അതിലുള്ള ഓരോ ഫോട്ടോസാണ്. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് വായിച്ചു നോക്കിയിട്ടല്ലല്ലോ നമ്മളത് ഓപ്പൺ ചെയ്യുന്നത്, നമ്മൾ ആ ഫിഗറാണ് നോക്കുന്നത്. യൂട്യൂബിൻ്റെ ഐക്കൺ ഉണ്ടോ, യെസ്, ക്ലിക്ക്ഡ്. അതേ ക്ലിക്കിംഗ് മെക്കാനിസംസ് ആണ് GUIയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് മെനു ഉണ്ട്, മെനു ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ ഫോമും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അതിക്കൊക്കെ അപ്പുറം പോയിൻറ്റിങ് ഡിവൈസ് ആയിട്ടുള്ള നമ്മളുടെ മൗസാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ക്ലിക്ക് ചെയ്യേണ്ട ഫിഗർ എന്താണോ അല്ലെങ്കിൽ ഐക്കൺ എന്താണോ അത് പോയിട്ട് ക്ലിക്ക് ചെയ്യും. അങ്ങനെയാണ് ആ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഇതാ വേണ്ട, ഇപ്പോൾ യൂട്യൂബ് ഞാൻ പോയി സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് ഞാൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ യൂട്യൂബ് അത് ഓപ്പൺ ആയി. അല്ലാതെ ഞാനത് മെനു ബേസിലോ അല്ലെങ്കിൽ ഫോം ബേസിലോ ഒന്നുമല്ല ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ഓപ്ഷൻസും കൂടെ GUIയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. Next, natural language interface. These interface accept requests written in English or some other language and attempt to understand them. A natural language interface usually has its own schema which is similar to the database conceptual schema as well as a dictionary of important words. The natural language interface refers to the words in its schema as well as to the set of standard words in its dictionary to interrupt the request. അതായത് നമ്മൾ കൊടുക്കുന്ന വേറൊരു ചാൻസാണ് നാച്ചുറൽ ലാംഗ്വേജിലൂടെ ഇൻ്റർഫേസ് ചെയ്യാം. അതായത് ഇംഗ്ലീഷോ അതല്ലെങ്കിൽ നമ്മളുടെ വേറെ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജോ നമ്മളത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മലയാളത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. DBMS-ലും അത്തരം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആക്കാം, ചെയ്യുന്നവരുണ്ട്. സോ കാരണം നമ്മൾ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്തെങ്കിലും DBMS ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാവണം. അപ്പോൾ അത്തരം കേസിൽ എന്താണ്, നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഈ DBMS ഇത് എങ്ങനെയാണ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ എന്താ കുറേ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, അപ്പോൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വേർഡ്സ്, ഡിക്ഷണറി ഓഫ് വേർഡ്സ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ കൊളക്കിലി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണോ ആ വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ, അതായത് ആസ് എ യൂസർ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് വേർഡ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് വേർഡോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേർഡ് അവർ യൂസ് ചെയ്യുന്നത്. അത് ഇന്ന മീൻ ചെയ്യുന്നപ്പോൾ ഇന്നതാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് അസോസിയേറ്റ് വേർഡ് ഇതാണെന്ന് അവർ മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡാറ്റ വെച്ചിട്ട് അവർ എക്സിക്യൂഷൻ നടത്തും, പ്രോസസ്സിങ് നടത്തിയിട്ട് ഔട്ട്പുട്ട് നമുക്ക് തരും. അതായത് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിലും പോസിബിൾ ആക്കി കൊടുക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതൊരു സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. നമ്മൾ എളുപ്പവഴി എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്, ഈസി വേ ആണ് സ്പീച്ച്. അതായത് നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്യാൻ തന്നെ ചിലപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നും മൂഡ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് വോയിസ് അയച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വോയിസിന് റിപ്ലൈ കിട്ടും. അങ്ങനത്തെ കണ്ടീഷൻ ചിലത് നമ്മൾ ടെക്സ്റ്റ് ആണെങ്കിൽ അങ്ങനെയും കിട്ടും. സോ അതിനെയാണ് സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ DBMS-നകത്തും ഇത്തരം മെക്കാനിസംസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ DBMS തന്നെയാണല്ലോ നമ്മൾ എല്ലാ ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യും. ഇപ്പോൾ ഗൂഗിൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഏതൊരു DBMS-ന്ന് ഡാറ്റ നമുക്ക് കിട്ടും. സോ നമ്മളതിന് വേണ്ടി സ്പീച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിമിറ്റഡ് യൂസ് ഓഫ് സ്പീച്ച് ആസ് എൻ ഇൻപുട്ട് ക്വറി ആൻഡ് സ്പീച്ച് ആസ് എൻ ആൻസർ ടു എ ക്വസ്റ്റ്യൻ ഓർ റിസൾട്ട് ഓഫ് റിക്വസ്റ്റ് ഈസ് ബിക്കമിങ് കോമൺ പ്ലേസ്. Applications with limited vocabulary such as inquiries for telephone directory, flight arrival departure and bank account information are allowing speech for input and output to enable ordinary talks to access this information. The speech input is detected using library of predefined words and used to set up the parameters that are supplied to the queries. For output, a similar conservation from text or numbers into speech take place. I'm very sorry, കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരുപാട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം നിങ്ങളൊരു പക്ഷേ നോട്ട് എഴുതിയിട്ടുണ്ടാവില്ല. ആക്ച്വലി ഞാൻ അന്ന് കോളേജിൽ പോകണമെന്ന് നോട്ടിട്ട് പോയി എന്നല്ലാതെ പിന്നെ ഞാനിപ്പോഴാണ് ഇൻ്റർഫേസ് നോക്കുന്നത്, കാരണം അത് ഇപ്പോഴാണല്ലോ നമ്മളവിടെ എത്തിയത്. സോ ഞാൻ നോട്ട് വേറെ തരാം, എങ്കിൽ കൂടെ സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എയറോപ്ലെയിൻ്റെ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ അത് അരീവൽ ഡിപ്പാച്ചറൊക്കെ ചെയ്യുമ്പോൾ കാണാമല്ലോ ഒരു സ്പീച്ച് ഔട്ട്പുട്ട് ഇങ്ങനെ തരുന്നത്. അതേപോലെ നമുക്ക്
ആ രീതിയിൽ തന്നെ ഇൻപുട്ടും കൊടുക്കാൻ കഴിയും. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഗൂഗിളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഗൂഗിളിലൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്പീച്ചായിട്ട് നമ്മൾ ചോദിക്കുന്നത്, ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സ്പീച്ച് കൊടുക്കും, അവർ ഔട്ട്പുട്ട് സ്പീച്ചായിട്ട് തരും, ചിലത് ടെക്സ്റ്റായിട്ടൊക്കെ തരും. അപ്പോൾ നമ്മൾ ഈ DBMSനകത്തും ഇത്തരം കേസുകൾ പോസിബിളാണ്. കാരണം DBMS എന്ന് പറഞ്ഞാൽ തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്, സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. കാരണം എല്ലാം ഒരു DBMSനകത്താണല്ലോ ഡാറ്റ കിടക്കുന്നത്. സോ നമ്മൾ പല രീതിയിലുള്ള മീഡിയംസും നമുക്ക് എന്ത് ചെയ്യാം, DBMSുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിലൊന്ന് മെനു ബേസ്ഡ് ആണ്. മെനു ബേസ്ഡ് പറഞ്ഞാൽ നമുക്ക് വേണ്ട മെനു ലിസ്റ്റിൽ നിന്ന് ഏതാ വേണ്ട ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ മെനു ബേസ്ഡ് എന്ന് പറയാം. ഫോം ബേസ്ഡ് ആകുമ്പോൾ കുറേ ഫോം ഉണ്ടാകും, ഫില്ല് ചെയ്തിട്ട്, അതായത് ഫുള്ള് ഫില്ല് ചെയ്യണമെന്നുണ്ടാവില്ല, ചില വേർഡ്സ് കീ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ അത് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് നമ്മുടെ ഫോണ് സിസ്റ്റമൊക്കെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കുറേ നമ്മളതിൽ നോട്ട് ചെയ്യുന്ന അതിലുള്ള പിക്ചേഴ്സ് ഐക്കൺസൊക്കെ ആയിരിക്കും. അത് ത്രൂ ഇൻറ്ററാക്ട് ചെയ്യുന്നതിനെയാണ് GUI എന്ന് പറയാം. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ് ആണ്. നാച്ചുറൽ ലാംഗ്വേജ് ആണ് നമുക്കറിയുന്ന, ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഇപ്പോൾ അവരുടെ പെൻഷന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ് യൂസ് ചെയ്യാം. അപ്പോൾ അവർക്ക് ലാംഗ്വേജിൽ എന്താണോ അറിയുന്നത് അത് വെച്ച് അവർക്ക് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് എന്ത് ചെയ്യും, ഇവർ അത് കമ്പയർ ചെയ്തിട്ട് കറക്റ്റ് ഡാറ്റ എടുത്തിട്ട് അത് DBMSുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് ആ ഡാറ്റനെ ഈ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നാച്ചുറൽ ലാംഗ്വേജ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അതിപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ തന്നെ ഗൂഗിളിലൊക്കെ ചെയ്യുന്നത് സ്പീച്ചാണ് അപ്പോൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ സ്പീച്ച് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അത് എന്താണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ഡിക്ഷണറി വേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ ഡാറ്റ കറക്റ്റ് DBMSന്ന് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു മീഡിയം ആണ്, നമ്മൾ യൂസർ DBMSായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു മീഡിയം. ദാറ്റ്സ് ഇറ്റ്, ഇൻ്റർഫേസ്. പിന്നെ അതിലുള്ള ടൈപ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാട്ടോ. അപ്പോൾ ഈ ഞാൻ തന്ന ഈ PPTൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഞാൻ പെട്ടെന്ന് അന്ന് പോകുന്ന തിരക്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു നോട്ട് എടുത്ത് തന്നതാണ്. കാരണം നിങ്ങൾ വെറുതെ ഇരിക്കുമല്ലോ, പക്ഷേ വീഡിയോസൊക്കെ എപ്പോഴും വാച്ച് ചെയ്യാത്തവരുണ്ട്. എനിവേ, അപ്പോൾ ഞാൻ ഈ നോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, മറ്റേ നോട്ട് പോസ്റ്റ് ചെയ്ത് തരാം. ഇൻ്റർഫേസിൻ്റെ വേറെ നോട്ട് എടുത്തിട്ട് തരാം. സോ സിമ്പിളായുള്ള നോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതിയെടുക്കുക. കാരണം വെറുതെ മിസ്റ്റേക്സ് വരുത്തണ്ടല്ലോ. സോ എനിവേ, താങ്ക് യു സോ മച്ച്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എന്നോട് തന്നെ പറയാം, ഇന്നതാണ് മിസ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിക്കുന്ന 1 സെക്കൻഡിൽ എനിക്ക് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യാം, എനിക്ക് ഞാൻ മെസ്സേജ് ചെയ്താൽ ഞാൻ തിരിച്ചെന്തായാലും റിപ്ലൈ ചെയ്യും. കാരണം നമുക്ക് ഏത് ടൈമിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ചിലർ രാത്രി ഉറക്കം വെച്ചിരുന്ന് വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ട്, അപ്പോഴായിരിക്കും അവർക്ക് ഡൗട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്തിട്ടാൽ മതി. നട്ടപ്പാതിരാണെന്ന് കരുതിയോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്തിടുക. നമ്മൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരും. വൈകിട്ട് ഡിലേ ആകുന്നില്ല, റിപ്ലൈ തരും കേട്ടോ. സോ ഓക്കെ, താങ്ക് യു. പിന്നെ സോറി കേട്ടോ, ഞാൻ ഇപ്പോൾ തുമ്മിയതൊക്കെ സോറി എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അപ്പോൾ അതിന് വേണ്ടി ഈ വീഡിയോ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ആദ്യം തൊട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം എടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ വന്നിട്ട്, അപ്പോൾ ഇനിയും എടുക്കാൻ വയ്യ, അത്രയും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊരു സെമിനാർ തരുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഐഡിയ കിട്ടുമല്ലോ, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. എനിവേ, ഓക്കെ, താങ്ക് യു.